ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ലിറ്റററി ലെൻസിന്റെ 49ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ ഈ എപ്പിസോഡിലേക്ക് ഞങ്ങളെല്ലാരും വെൽക്കം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മളെ ബുക്ക് റിവ്യൂ പറയാൻ പോകുന്നത് സെക്കൻഡ് ഇയർ മാത്സ് സ്റ്റുഡന്റ് ജിസ്മിയ ആണ്. ജിസ്മിയ ഇന്ന് ചൂസ് ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് ബഷീർ ഓർമ്മയുടെ അറകൾ. അപ്പൊ ഇന്നത്തെ ബുക്ക് റിവ്യൂ പറയുന്നതിനായി ജിസ്മിയയെ വെൽക്കം ചെയ്യുന്നു. ജിസ്മിയ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവരും ഏത് ബുക്കാണ് ഞാൻ പറയുന്നതെന്ന് പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവൂലേ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയുടെ അറകൾ എന്ന പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് എനിക്ക് ബുക്ക് കിട്ടിയെന്ന് ഞാൻ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വായിക്കാൻ അങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ആളൊന്നല്ല. അങ്ങനെ ഞാനൊരു സമയത്ത് ഭയങ്കര ഒരു ഡിപ്രഷനിൽ ഇങ്ങനെ വീട്ടിൽ അടഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഉപ്പാടെ അനിയൻ കൊണ്ടുവന്നതാണ് കുറച്ച് ബുക്കുകൾ. അപ്പൊ അതില് ഓർമ്മയുടെ അറകൾ എന്ന് പറഞ്ഞപ്പോ ഒരു ഇത് തോന്നി, എന്തായിരിക്കും ആ ഓർമ്മയുടെ അറകൾ എന്ന്. ഓർമ്മകളെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു ഹെഡിങ് കാണുമ്പോൾ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചൊരു ബുക്കാണ് ഓർമ്മയുടെ അറകൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ചിന്തിച്ചതോ അല്ലെങ്കിൽ അതിൽ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. നമ്മളല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ പോലുള്ള ആളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഷ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇത് ആയിരുന്നില്ല ഞാൻ ഇതിൽ കണ്ടത്. പക്ഷെ എന്തുകൊണ്ടും എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന രീതിയിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയിട്ടുള്ളത്. ആദ്യം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, 1908 ജനുവരി 1 തീയതിയാണ് തലയോലപ്പറമ്പ് എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചത്. അതേപോലെ തന്നെ 1994 നമ്മളോട് ജൂലൈ 5 തീയതി, ഇനിയിപ്പോ ഒരു 1-2 മാസമുള്ളൂ അദ്ദേഹത്തിന് വിട പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു ചരമവാർഷികം വരുന്നതിന്. അപ്പോൾ നമ്മളോട് വിട പറയുകയും ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് 1982 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അവാർഡ് കൊടുത്തിട്ടും ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല പുസ്തകങ്ങൾ, നോവലുകൾ, കൃതികൾ നമ്മൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബുക്കാണ്. എന്റെ കയ്യിലുണ്ട്. ഒരു 206 പേജുകൾ വരുന്ന ഒരു ചെറിയൊരു പുസ്തകമാണ് ഈ ഓർമ്മയുടെ അറകൾ എന്ന് പറയുമ്പോൾ. ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർമ്മക്കുറിപ്പാണ് എങ്കിൽ കൂടെ അത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അഭിമുഖ രൂപേണയാണ്. അതായത് ഇദ്ദേഹത്തിന്റെ കൂടെ ഇതിൽ പറയുന്നുണ്ട്, ഇങ്ങനെ എന്താ പറയാ, നമുക്കിങ്ങനെ ഓർമ്മ വെച്ച് ഒരു പ്രാവശ്യം വായിച്ച് നമുക്ക് പിന്നീട് അതിങ്ങനെ വായിക്കാൻ തോന്നുന്ന ഒരു തരത്തിലുള്ള ബുക്കാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതേപോലെ തന്നെ അതിലൊരു 23 അധ്യായങ്ങളിലൂടെയാണ് ഈ ഒരു ബുക്ക് നമുക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിലത്തെ ഇപ്പോ ഈ 23 അധ്യായങ്ങളുടെ പേരുകളും നമുക്ക് എല്ലാതൊന്നും എന്താ പറയാ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലും എല്ലാവർക്കും തോന്നണമെന്നില്ല. എന്റെ ഒരു വായിച്ച രീതിയിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ എന്താ പറയാ കുറച്ച് പേര് ഈ ഒരു അഭിമുഖ സംഭാഷണം നടത്താനായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പരിചിതമായിട്ടുള്ളത് തന്നെയാണ്. ഇപ്പൊ BM ഗഫൂർ, PK മുഹമ്മദ്, MA ഹക്കീം, KK ആമു, IV ശശി തുടങ്ങിയിട്ടുള്ള. അതേപോലെ തന്നെ അന്ന് അവിടെ ക്യാമറമാൻ ആയിട്ടുണ്ടായിരുന്നത് പുനലൂർ രാജൻ. എല്ലാവരും നമുക്ക് ഒരു കേട്ടുപരിചയമുള്ള ഒരു വ്യക്തിത്വങ്ങളാണല്ലേ. അപ്പൊ അവരാണ് അദ്ദേഹത്തിന്റെ കൂടെ അന്ന് അഭിമുഖ സംഭാഷണത്തിനായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫസ്റ്റ് അധ്യായം തന്നെ അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ഓർമ്മയുടെ അറകൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിനെ പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കഥ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു എഴുത്ത് തുടങ്ങുന്നത് തന്നെ ആരൊക്കെയോ കൂടെയാണ് അദ്ദേഹം ഒരു അഭിമുഖ സംഭാഷണം നടത്തുന്നത് എന്നൊരു രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെയും അതിൽ പറഞ്ഞിട്ടുണ്ട്, മുൻപ് ഇതേപോലെ എന്റെ അഭിമുഖം ഇതേപോലെ എടുക്കാൻ വന്നിട്ടുള്ളവര് അതൊരു തെറ്റായ രീതിയിൽ അത് ജനങ്ങളിലേക്ക് ഒരു ആഴ്ചപ്പതിപ്പിലൂടെയോ അങ്ങനെ എന്തോ എത്തിക്കുകയും അത് തകഴി ശിവശങ്കരപ്പിള്ള പോലുള്ള ആളുകളെ ഞാൻ തെറ്റായ രീതിയിൽ എന്തോ പറഞ്ഞു എന്ന രീതിയിലൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ എഴുതി ചേർത്തുകൊണ്ട് അത് ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആളുടെ ഒരു വിഷമം അവിടെ പറയുന്നുണ്ട്. ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, അതായത് ഒരു അഭിമുഖത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അത് ഇനിയുള്ളവരിൽ നിന്ന് അങ്ങനെ ഉണ്ടാവരുത് എന്നൊരു ആഗ്രഹത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോ ഈ എന്താ പറയാ, ഈ BM ഗഫൂർ പറയുന്നുണ്ട്, അത് തകഴിയെ അതിനെക്കുറിച്ച് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്.
അതായത് ഇപ്പോ ബഷീർ ഇത് ഇങ്ങനെ ഇറക്കിയപ്പോൾ അതിനെ എന്താ പറയാ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹവും പറഞ്ഞപ്പോ ശശിധരൻ ആള് പറയുന്നുണ്ട് അതും ചിലപ്പോ തകഴി അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ എന്താ പറയാ നമ്മളറിയാതെ നമ്മളെ കുറിച്ച് മറ്റുള്ളവര് ഒരു ഇത് പുറത്തിറക്കി എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ ഇനി അങ്ങനെ ഉണ്ടാവരുതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതോടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു അഭിമുഖം 1-2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസത്തിലോ തീരില്ല എന്ന്. കാരണം ബഷീർ എന്ന ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ നമുക്കറിയാലേ, അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികളിലൂടെ നമുക്കറിയാം. ഒരുപക്ഷെ അയാൾ ജീവിച്ച ജീവിതത്തിലൂടെയും അതേപോലെ തന്നെ കുറെ സങ്കല്പത്തിലൂടെയും നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളുടെ അനുഭവം എന്ന് പറയുന്നത് ഒരു മണിക്കൂറുകളിൽ നിൽക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം എന്ന് പറയുന്ന രീതിയിലാണ് ഒരു അഡ്വാൻസ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തുടങ്ങുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വളരെ എന്താ പറയാ വയ്യായി ആയിട്ട് എനിക്ക് തീരെ വയ്യ, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് വയ്യാതെ നിൽക്കുന്നതാണ്, എങ്കിലും ഞാൻ തയ്യാറാണ്. കാരണം അദ്ദേഹം അത്രയും ഒരുപാട് അനുഭവങ്ങളും പരിചയം മറ്റുള്ള ആൾക്കാരുമായിട്ടൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഒരു മടിയില്ല ആ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കാനും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ക്ഷീണമൊന്നും അവിടെ ഒരു ഇതല്ല എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതൊരു റമദാൻ മാസത്തിലാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു അഭിമുഖം നടക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നുണ്ട് റമദാൻ മാസമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് നോമ്പില്ല, എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നില്ല, ഷുഗർ പേഷ്യന്റ് ആണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവിടെ വയ്യാത്തത് കൊണ്ട് ഞാൻ അവിടെ നോമ്പെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഫസ്റ്റിൽ തന്നെ എന്താ പറയാ എന്തൊക്കെയാണ് അവിടെ ആ ഒരു എന്താ പറയാ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ഇത് എഴുതാൻ തുടങ്ങിയിട്ടുള്ളത് കാര്യങ്ങളാണ് ഫസ്റ്റ് ഒരു അധ്യായത്തിലൂടെ ജസ്റ്റ് പറയുന്നത്. അതേപോലെ തന്നെ പിന്നീട് വരുന്ന ഓരോ അധ്യായങ്ങളും ഇപ്പോ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അനന്തതയും, രണ്ടാമത് വരുന്ന ഒരു അധ്യായത്തിന്റെ പേരാണ് ഞാനും അനന്തതയും. അതേപോലെ തന്നെ കുറെ കണ്ണടങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 23 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ഇതിലൊക്കെ പറയുന്നതും ഓരോ വ്യക്തികളുമായിട്ടുള്ള ബഷീറിന്റെ അനുഭവങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുമായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളുമായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പോയിട്ടുള്ള ആ ഒരു സമയത്തുള്ള അനുഭവങ്ങള്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ അനുഭവങ്ങളാണ് അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നത്. പക്ഷെ ഇതിലൊക്കെയും എനിക്ക് കാണാൻ കഴിഞ്ഞതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും മതപരമായിട്ട് നിന്നുകൊണ്ട് ബഷീർ ഇവിടെ പറഞ്ഞതുപോലെ തോന്നി. പൊതുവെ ആ ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഉണ്ടെങ്കിലും കൂടുതലായിട്ടും മതം കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഇത് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ റമദാൻ മാസത്തിനെ കുറിച്ച് പറയുമ്പോഴും അതിനെക്കുറിച്ച് കുറെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാപ്പാടെയും ഉമ്മാടെയും കാര്യം പറയുമ്പോൾ അതേപോലെ തന്നെ ഒരു ബാപ്പ നിസ്കരിക്കുന്ന സമയത്ത് ഒരു നീർനായകത്തിനെ പിടിച്ച് ഇങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു 6-7 വയസ്സ് മുതലുള്ള ബഷീറിന്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള അനുഭവങ്ങൾ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു നിസ്കാരപ്പായൽ നീർനായകം എന്ന നീർക്കോലി പാമ്പിനെയാണ് അദ്ദേഹം അവിടെ വിശേഷിപ്പിക്കുന്നത്. നീർനായകത്തിനെ കൊണ്ടുപോയിട്ട് നിസ്കാരപ്പായൽ കൊണ്ടിട്ടപ്പോ ബാപ്പ പേടിച്ചതും ബഷീറിനെ അടിച്ചതുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെയും ഇസ്ലാം മതം എന്താണ്, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ നബിമാരെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ നബീനെ കുറിച്ചൊക്കെ വളരെ ഇതായിട്ട് വളരെ വിശദമായിട്ട് അപ്പൊ ഓരോ നബീനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ ബഷീറിന്റെ കഥകളിൽ എപ്പോഴും എല്ലാത്തിനും ഒരു സാക്ഷിയായി നിൽക്കുന്ന ഒരു അതാണ് എന്താ പറയാ സുലൈമാനി എന്ന് പറയുന്നത് അല്ലെ, കട്ടൻ ചായ. അദ്ദേഹം പറയുന്നതിനെ കടും ചായ എന്നാണ് പറയാം. അപ്പൊ അതിലിങ്ങനെ ഒരു തമാശ രൂപേണ പറയുന്നുണ്ട്, സുലൈമാൻ നബി ഈ കടും ചായ കുടിച്ചിട്ടുണ്ടാകുമോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് ശ്രീധരൻ എന്ന് പറയുന്ന അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ ഒരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന്. അപ്പൊ ഒരു സമയത്ത് അദ്ദേഹത്തെ അതിനെക്കുറിച്ച് അതിനു മുൻപ് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വല്ലാണ്ട് പറഞ്ഞില്ലെങ്കിലും ഇസ്ലാം മതം ഇദ്ദേഹത്തിന് അത് എത്രത്തോളം വലുതാണെന്നും അത് മനസ്സിലേക്ക് അത് അത്രത്തോളം ഇസ്ലാം മതം കൊണ്ടുവരാനുള്ള കാരണം ബാപ്പയും ഉമ്മയുമാണെന്നും പഠിപ്പിച്ച എന്താ പറയാ മതപരമായിട്ട് വന്നിട്ട് എങ്ങനെയാണ് പഠിച്ചു വന്നത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ സ്കൂളിൽ പോയിട്ടുള്ളതും പണ്ടുള്ളവർക്ക് സ്കൂളിലേക്ക് എന്നത് അത്രയും ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ അതിനേക്കാളേറെ മതപരമായ പഠനമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓർമ്മക്കുറിപ്പിലുടനീളം മതപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ എന്താണ് ഊന്നി നിൽക്കുന്നത് പോലെ തോന്നി. അതേപോലെ തന്നെ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഒരു സന്ദർഭം പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ അർത്ഥം പറയുമ്പോൾ വീണ്ടും ശ്രീധരൻ ചോദിക്കുന്നത്, ഇത്രയും മത
ഇസ്ലാം മതം ഒരു പഴഞ്ചനല്ലേന്ന് അങ്ങനെ എന്തോ ഒരു വാക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഇസ്ലാം മതം ഒരു പഴഞ്ചനല്ലേന്ന് ചോദിക്കുന്നത് ഒരു അന്യ മതത്തിലുള്ള ആളുടെ മതത്തിലുള്ള ഒരാളല്ല. പക്ഷെ ഇന്നത്തെ സന്ദർഭത്തിലാണെങ്കിൽ അതിനെ പല രീതിയിൽ എടുത്തേനെ. പക്ഷെ ഇത്രയും നല്ലൊരു എഴുത്തുകാരനായതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതായതുകൊണ്ടും അല്ലെങ്കിൽ ജീവിച്ച ജീവിതം കുറെ മുന്നുള്ളതായ എന്തുകൊണ്ടും അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി അല്ലെങ്കിൽ അദ്ദേഹം അതെടുത്ത രീതി എന്ന് പറയുന്നത് വളരെ ആ ഒരു പറഞ്ഞ ഒരു മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഇങ്ങനെ പറയണത് നമുക്ക് വെളിച്ചം തരുന്ന സൂര്യന് പഴഞ്ചനല്ലല്ലോ, നമ്മളുടെ ഭൂമി പഴഞ്ചനല്ലല്ലോ, അതേപോലെ തന്നെ നമ്മളുടെ ജലം, വായു, ഇതൊന്നും പഴഞ്ചനല്ലല്ലോ. അപ്പൊ ആളുടെ മതം, ഇപ്പോ ഒരാൾക്ക് ഒരു മതം അത്രയും വലുതാണെങ്കിൽ മറ്റൊരാൾക്കും അവരുടെ മതം അത്രയും വലുതാണ്. പക്ഷെ ആളുടെ മതത്തെ അത്രയും സ്നേഹിച്ചുകൊണ്ട് എന്താ പറയാ ഈ ഓർമ്മക്കുറിപ്പുകൾ ഉടനീളം അദ്ദേഹം എല്ലാ കഥകളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പിന്നെയും 23 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. അതേപോലെ തന്നെ നീ പ്രബോധനം ചെയ്യുക, അതിലും പറയുന്നത് മതപരമായിട്ടുള്ള പ്രബോധനങ്ങളും കാര്യങ്ങളാണ്. അതേപോലെ തന്നെ തേൻ മോഷണം ചതുരംഗം അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു അധ്യായം ഉണ്ട്. അതില് എന്താ പറയാ കൂടെയിട്ടുള്ള സാമൂഹിക അനീതികള്, അതിന്റെ പ്രതിഫലനം കൊണ്ടുണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ കരിന്തകൾ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം വരുന്നുണ്ട്. അതിൽ പറയുന്നത് ബഷീറിന്റെ ബാല്യകാല ഓർമ്മകളും അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും, ഒരുപാട് കുടുംബ ബന്ധങ്ങൾ, അതേപോലെ തന്നെ സുഹൃത്ത് വലയങ്ങളും, അതേപോലെ തന്നെ ഒരുപാട് എഴുത്തുകാരുമായിട്ടുള്ള ഓരോ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം പോയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജോലിയുടെ പരമായിട്ട് ഒരു സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ അനുഭവങ്ങളെയൊക്കെ ഒരു അഭിമുഖ രൂപേണ എന്താ പറയാ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അപ്പോ അതിൽ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ ഈ ഒരു അഭിമുഖം മറ്റുള്ളവര് വേറെ രീതിയിൽ അതിന് മുന്നെത്തിച്ചു. അപ്പൊ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇത് ബഷീർ തന്നെ എഴുതിക്കോളൂ, ബഷീറിന്റെ രീതിയിൽ പുറത്തെത്തിച്ചോളൂ. അതായത് അവര് എഴുതുന്നതിന് പുറമെ ബഷീറിന്റേതായ രീതിയിൽ എത്തിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ബഷീർ ഈ ഒരു ബുക്ക് പുറത്തിറക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു ആദ്യം ഒരു ആഴ്ച പതിപ്പിലാണ് ഇത് വന്നതെന്നാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ അവസാനത്തെ അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂഗോളം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീർ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്നും ബഷീർ വരാൻ പോകുന്ന ഭൂഗോളത്തിനെ കുറിച്ച് ചിന്തിച്ചു. അതിന്റെ എന്താ പറയാ ആ ഒരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അടുത്ത കാലഘട്ടം എന്ത് എന്നുള്ള ഒരു ആശങ്ക എന്താണെന്ന് ഉള്ളൊരു ഇതിലാണ് ആ പുസ്തകത്തിന്റെ അവസാന അധ്യായം നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം എന്താ പറയാ അദ്ദേഹത്തിന്റെ വരാനുള്ള ആശങ്ക എന്ന് പറയുന്നത് അവസാനം ഇനിയുള്ള ഭൂഗോളം എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലൂടെ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പിന്നീട് അങ്ങനെ വായിക്കാൻ തോന്നുന്ന ഒരു ബുക്കല്ല. പക്ഷെ ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഷീറിന്റെ കൂടെ ആ ഒരു സന്ദർഭങ്ങളെല്ലാം കണ്ടു എന്നുള്ള ഒരു രീതിയിൽ, അതൊരു ബഷീറിന്റെ ഒരു അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ. നമുക്ക് വളരെ ലളിതമായിട്ടായിരിക്കും, ഒരു പ്രത്യേക ശൈലിയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ എഴുത്തും. അപ്പൊ ശരിക്കും നമുക്ക് തോന്നും നമ്മൾ അവിടെ ഒരു അനുഭവസ്ഥനായിട്ട് അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ ഒരു സാക്ഷിയായിരുന്നു, അദ്ദേഹം ആ പറയുന്ന അഭിമുഖം നടത്തുന്നതിന് നമ്മൾ അവിടെ സാക്ഷിയായിരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു എഴുത്ത് എനിക്ക് തോന്നിയത്. അപ്പോ നമുക്കൊരു അനുഭവം കിട്ടുകയാണ്. അദ്ദേഹം ജീവിച്ച ജീവിത കാലഘട്ടം നമ്മൾ ഒരിക്കലും എന്താ പറയാ നമുക്കതൊരു കേട്ടുകേൾവി മാത്രമാണ്. പക്ഷെ അത് ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്കതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കും അതേ ഒരു അനുഭവം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ഞാൻ ഒരു മൈൻഡ് സെറ്റ് അല്ലാത്തൊരു സമയത്ത് വായിച്ചൊരു ബുക്കാണ്. പക്ഷെ പിന്നീട് നമുക്ക് ഓരോ അധ്യായം കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ഓരോ അനുഭവങ്ങൾ, ഇപ്പൊ പാമ്പുകളുമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാമ്പുകളുമായിട്ട് ഉണ്ടായിട്ടുള്ള കുറെ, ഇപ്പൊ ഈ നീർനായകം പോലെ തന്നെ പിന്നീട് അങ്ങോട്ട് 2-3 അധ്യായങ്ങളിലും പാമ്പുകളായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് തോന്നും ബഷീർ പറയും ആ പാമ്പ് വന്ന് കടിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം പോലെയാണ്, അല്ലെങ്കിൽ നമ്മളത് അനുഭവിച്ചു എന്നുള്ള പോലെയാണ് അദ്ദേഹം അത് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു അഭിമുഖ രൂപേണയാണെങ്കിലും നമുക്കത് ഒരു വട്ടമൊക്കെ നമുക്കത് വായിച്ചിട്ട് അനുഭവിക്കാൻ കഴിയുമെന്ന് തോന്നിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോ എല്ലാവരും പറ്റുമെങ്കിൽ വായിക്കണം. അങ്ങനെ ഒരു ബുക്കിനെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. താങ്ക് യു വിസ്മയ. എല്ലാം നല്ലപോലെ നമുക്ക് ബുക്ക് റിവ്യൂ പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബഷീർ ഓർമ്മയുടെ അറികൾ എന്ന് പറയുന്ന ആ ബുക്കിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും. ബഷീറിന്റെ ചെറുപ്പക്കാലം മുതലുള്ള ഓരോ ഓർമ്മകളും മതത്തിന് ഊന്നൽ നൽകിയതൊക്കെ ഈ ബുക്കിലുണ്ട്. നമുക്ക് വിസ്മയ നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി 2 ആൾക്കാരെ വെൽക്കം ചെയ്യാണ്.
സബിത സബിത ഉണ്ടോ? ഹലോ ആ ജിസ്മിയ, ഞാന് ബഷീറിന്റെ ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഓർമ്മകളുടെ അലകൾ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് നന്നായിട്ട് തോന്നി. എല്ലാവരും പുസ്തകം വായിക്കുമ്പോൾ ഇത് എന്തായാലും വായിക്കണം, നമുക്ക് പിന്നെ അങ്ങനെയല്ല, എന്താണോ അതിലുള്ളത് അത് വളരെ കറക്റ്റായിട്ട് രണ്ടാമതൊന്ന് വായിപ്പിക്കാൻ നമുക്ക് തോന്നില്ലെങ്കിൽ കൂടെ അങ്ങനെ എടുത്ത് പറയുമ്പോൾ നമുക്കറിയാലോ ഒരു പുസ്തകം വായിക്കുമ്പോൾ എന്താണ് അത് എന്നുള്ളത്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശൈലിയിൽ അത് പ്രതിപാദിച്ചിട്ടുള്ളതെന്ന് വളരെ കൃത്യമായി വളരെ മനോഹരമായ രീതിയിൽ തന്നെ അത് പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു വായിച്ചപ്പോ ജിസ്മിയൊക്കെ ഉണ്ടായ ആ ഒരു മൂഡിലായിരുന്നു വായിച്ചപ്പോ ഉണ്ടായ അനുഭവം അതേപോലെ അതേപടി ഞങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. താങ്ക് യു. താങ്ക് യു സബിത. അടുത്തത് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി റിയ ജഹാൻ ക്ഷണിക്കുന്നു. റിയ ജഹാൻ. ഹലോ പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ ആദ്യം തന്നെ ജിൻസിയ ബഷീറിന്റെ ബുക്ക് സെലക്ട് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് ബഷീർ. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഇപ്പോൾ അധികം ബുക്സ് വായിക്കുമ്പോഴും ബഷീർ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ തന്നെ കാരണം ആ ഒരു എഴുത്തിന്റെ ശൈലിയാണ്. പിന്നെ അതുപോലെ തന്നെ ലളിതമായ ഭാഷയാണെങ്കിൽ പോലും അതിനൊക്കെ ഒരു ആഴമുള്ള ആശയങ്ങളായിരിക്കും എപ്പോഴും ബഷീറിന്റെ ബുക്കിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, ഓർമ്മയുടെ അറകൾ. ഒരുപാട് മുമ്പാണ് വായിച്ചിട്ടുള്ളത്. അപ്പോ ജിൻസിയ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഫീൽ ചെയ്തത് ഇത് ഒരു ഇപ്പൊ ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങൾ ഇതിൽ ഒരുപാട് പറയുന്നുണ്ട്. അതായത് ഇതില് പറയുന്ന ഒരു കാര്യമാണ് എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിക്കണമെന്നും അതുപോലെ തന്നെ എല്ലാ മതത്തിന്റെയും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ സഹിഷ്ണുതയോടെ തന്നെ നമ്മൾ നോക്കി കാണണമെന്നും പിന്നെ അതുപോലെ തന്നെ വനിതകൾക്കുള്ള വിദ്യാഭ്യാസമൊക്കെ ഇസ്ലാം ഊന്നി കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കൂടി ബഷീർ ഈ ഒരു ബുക്കിൽ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ജിൻസി വളരെ മനോഹരമായ രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ബുക്കിന്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇത് ഒരു ചെറിയ ബുക്കാണെങ്കിൽ പോലും അത് ഫസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു വരുമ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞു വരണതെന്ന് മനസ്സിലാവില്ല. കാരണം ഒരു അഭിമുഖ രീതിയിലാണെങ്കിൽ പോലും ലാസ്റ്റ് എത്തുമ്പോഴാണ് ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യാന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വളരെ മനോഹരമായ രീതിയിൽ അതിൽ ഓരോ അധ്യായങ്ങളും അത്രയും ഭയങ്കര ആ ഒരു കാലഘട്ടത്തിൽ ഇത് ഒരു 1973 കാലഘട്ടത്തിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ജീവിത സാഹചര്യം നമുക്കൊക്കെ അറിയാം, ഭയങ്കര മതപരമായിട്ടും അങ്ങനെയുള്ളതൊക്കെ ആവും. അപ്പൊ ആ ഒരു സമയത്തുള്ള ആ ഒരു ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും അതിൽ പറഞ്ഞപ്പോ അത് അതേപോലെ തന്നെ ഒപ്പിയെടുത്തിട്ട് ജിംസിയെ പറഞ്ഞ പോലെ തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതൊരു വൺ ടൈം റീഡ് തന്നെയാണ് ഞാനും സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇത് ഇങ്ങനെ കുറേ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നിപ്പിക്കൊന്നുമില്ല. പക്ഷെ ഒരു തവണ നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ അതിലെ പല ഓർമ്മകളും നമ്മളെ മനസ്സിൽ എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നത് മനുഷ്യർക്കിടയിലുള്ള സ്നേഹം, അതായത് എല്ലാവരെയും ചേർത്ത് പിടിക്കുക, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക എന്നുള്ള ഒരാശയം കൂടിയാണ് ബഷീർ ഇതിൽ തരുന്നത്. അപ്പോ എനിവേ ഒരുപാട് താങ്ക്സ്. ഇങ്ങനെ ഈ ഒരു നമ്മള് ലിറ്റററി ലെൻസിന്റെ ഈ ഒരു ഇതിൽ ഇങ്ങനെ ഒരു ബുക്ക് സെലക്ട് ചെയ്തതിലും അതിനെ കുറിച്ച് റിവ്യൂ പറഞ്ഞതിലൊക്കെ ഒരുപാട് താങ്ക്സ്. നന്നായി തന്നെ പ്രസന്റ് ചെയ്തു. താങ്ക് യു. താങ്ക് യു റിയ. അതേപോലെ ഇനി ഓർമ്മയുടെ അറകൾ എന്ന ബഷീറിന്റെ ബുക്ക് വായിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി വായിക്കാം. ഞാനും വായിച്ചിട്ടില്ല. അപ്പൊ മിസ്റ്റർ വൈൻഡപ്പ് ചെയ്യല്ലേ? Okay, thank you all.